ബൈബിളിൽ ആഹാരം, ഭക്ഷണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആഹാരം സമൃദ്ധിയായി കിട്ടുന്നത് ആർക്കാണ്? ഉത്തരം: നിലം കൃഷി ചെയ്യുന്നവന്. സദൃശവാക്യം 12-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭക്ഷണത്തിന് മുൻപേ നെടുവീർപ്പ് വരുന്നത് ആർക്കാണ്? ഉത്തരം: ഇയ്യോബിന്. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യം: സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായപ്പോൾ മിസ്രയീം ദേശത്ത് എല്ലായിടവും ഉണ്ടായിരുന്നത് എന്താണ്? ഉത്തരം: ആഹാരം. ഉൽപ്പത്തി പുസ്തകം 41-54. അടുത്ത ചോദ്യം: എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നിന്റെ മനസ്സ് തെളിയട്ടെ ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം: ഇസബേൽ ആഹാബിനോട്. 1 രാജാക്കന്മാർ 21-7. അടുത്ത ചോദ്യം: പുഷ്ടിയുള്ള ആഹാരം ആരാണ്? ഉത്തരം: അശേര. ഉൽപ്പത്തി പുസ്തകം 49-20. അടുത്ത ചോദ്യം: യേശുവിൻ്റെ മാംസവും രക്തവും എന്താകുന്നു? ഉത്തരം: ഭക്ഷണവും പാനീയവും. യോഹന്നാൻ്റെ സുവിശേഷം 6-55. അടുത്ത ചോദ്യം: നിന്റെ പണവും ആഹാരവും എന്തിനായിട്ടൊക്കെ കൊടുക്കരുത്? ഉത്തരം: പലിശയ്ക്ക്, ലാഭത്തിനായിട്ടും. ലേവ്യ പുസ്തകം 25-37. അടുത്ത ചോദ്യം: അണ്ണാക്ക് രുചിച്ചു നോക്കുന്നത് എന്താണ്? ഉത്തരം: ഭക്ഷണം. ഇയ്യോബിൻ്റെ പുസ്തകം 12-11. അടുത്ത ചോദ്യം: യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം: ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ. സംഖ്യാപുസ്തകം 15-19. അടുത്ത ചോദ്യം: യേശു ശമര്യ സ്ത്രീയോട് വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുന്ന സമയം ശിഷ്യന്മാർ എന്തു വാങ്ങാനാണ് പട്ടണത്തിൽ പോയത്? ഉത്തരം: ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആരാണ് ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നത്? ഉത്തരം: സമ്പന്നർ. 1 ശമൂവേൽ 2-5. അടുത്ത ചോദ്യം: ദാവീദിൻ്റെ മേശയെങ്കിൽ നിത്യം ഭക്ഷണം കഴിച്ചു പോകുന്നത് ആരാണ്? ഉത്തരം: മെഫീബോശേത്ത്. 2 ശമൂവേൽ 9-11. അടുത്ത ചോദ്യം: ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നത് ആരാണ്? ഉത്തരം: ഏലിയാവ്. 1 രാജാക്കന്മാർ 19-7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ജീവിച്ചിരുന്ന കുഞ്ഞിനു വേണ്ടി ഉപവസിക്കുകയും കരയുകയും ചെയ്തവൻ ആ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. അത് ആരാണ്? ഉത്തരം: ദാവീദ്. 2 ശമൂവേൽ 12-21. അടുത്ത ചോദ്യം: യഹോവയുടെ വചനങ്ങളെ തൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 23-12. അടുത്ത ചോദ്യം: സഹോദരിയുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ആഗ്രഹിച്ചവൻ ആരാണ്? ഉത്തരം: അമ്നോൻ. 2 ശമൂവേൽ 13-5-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആഹാരം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം: ഭൂമിയിൽ നിന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 28-5. അടുത്ത ചോദ്യം:
വ്യാജത്താൽ നേടിയ ആഹാരം മധുരമാക്കുന്നത് ആർക്കാണ്? ഉത്തരം മനുഷ്യൻ. സദൃശവാക്യങ്ങൾ 20:17. അടുത്ത ചോദ്യം, ബൈബിളിൽ ആദ്യമായി നേർച്ച നേർന്നത് ആരാണ്? നേർന്നത് എന്താണ്? ഉത്തരം നേർച്ച നേർന്നത് യാക്കോബ്. നേർന്നത്, ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് നൽകുകയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കുമെന്ന്. ഉൽപ്പത്തി 28:2. അടുത്ത ചോദ്യം, അന്യോന്യം കാത്തിരിക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ. 1 കൊരിന്ത്യർ 11:33. അടുത്ത ചോദ്യം, ആദ്യമായി ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് ആഗ്രഹിച്ചത് ആരാണ്? ഉത്തരം നോഹ. ഉൽപ്പത്തി പുസ്തകം 6:21. അടുത്ത ചോദ്യം, വന്ന കാര്യം അറിയിക്കും മുൻപേ ഭക്ഷണം കഴിക്കയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അബ്രഹാമിൻ്റെ ദാസൻ. ഉൽപ്പത്തി പുസ്തകം 24:33. അടുത്ത ചോദ്യം, ഏതൊക്കെ കാര്യത്തിലാണ് ആരും നിങ്ങളെ വിധിക്കരുതെന്ന് പൗലോസ് പറയുന്നത്? ഉത്തരം ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, ബാബ്, ശബ്ബത്ത് എന്നിവയാലും. കൊലോസ്യ ലേഖനം 2:16. അടുത്ത ചോദ്യം, വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് എവിടെ വെച്ച് ആണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഉത്തരം വീട്ടിൽ വെച്ച്. 1 കൊരിന്ത്യർ 11:34. അടുത്ത ചോദ്യം, ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നാം എപ്രകാരം നടക്കുന്നില്ല? ഉത്തരം സ്നേഹപ്രകാരം. റോമാലേഖനം 14:15. ഭക്ഷണം, ആഹാരം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്.